തൃശൂർ അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തമ്പാന്റെ മകൻ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങുമ്പോഴാണ് ആന ആക്രമിച്ചത്. 9:30 കൂടിയാണ് കാട്ടിലേക്ക് തേനെടുക്കാൻ പോയത്. ആ സമയത്ത് ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ആന നേരത്തെ ഒരു 6:30 പാണ്ടിൻ്റെ അകത്ത് എത്താറുണ്ട്. അങ്ങനെ എത്തിപ്പെട്ട ഒരു ആനയാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സെബാസ്റ്റ്യനെ ആക്രമിച്ചത്. മുന്നിൽ നടന്ന ആളെ ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ വന്ന സെബാസ്റ്റ്യനാണ് ഇരയായത് ആനയ്ക്ക്. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം ഉണ്ട്. ജെയ്സൺ ചാവളപ്പിൽ വിഷുദിനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ള വാർത്തയാണല്ലോ വരുന്നത്. എപ്പോഴാണ് ഈ യുവാവ് ആനയുടെ മുന്നിൽപ്പെട്ടത്? സുജിയ, ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. സാധാരണ രാത്രി കാലങ്ങളിലാണ് തേൻ ശേഖരിക്കാൻ ആദിവാസികൾ ഈ കാടിനകത്തേക്ക് കയറുക. പിന്നീട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. അടിച്ചിൽത്തൊട്ടി സ്വദേശി ആയ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെടുന്നത്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ മേഖലകളിലെല്ലാം കാട്ടാനയുടെ ശല്യം നിരന്തരമായിട്ടുണ്ട്. വന മേഖലയാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ആദ്യമായിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. നിരന്തരമായി ഇവർ തേനെടുക്കാനും വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് പതിവാണ്. പക്ഷേ ഇത്തരമൊരു ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള സെബാസ്റ്റ്യന് ഒരു ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ മൃതദേഹം ചാലക്കുടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സുജിയ. ഓക്കെ, ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞു.